നാട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാനുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ, അത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പോസിബിൾ ക്യാഷ് ഓൺ ഡെലിവറി. 16 വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഗിവ് അവേ നമ്മളെ ടാബി ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. സ്പെഷ്യൽ എഡിഷൻ അല്ലേ? സ്പെഷ്യൽ എഡിഷൻ. അത് നമ്മൾ സ്പെഷ്യൽ പ്രൈസും കൊടുക്കാണ് നമ്മളെ കസ്റ്റമർക്കായിട്ട്. സ്പെഷ്യൽ ഡീലാണ്. നാട്ടിലെ പ്രൈസ് നാട്ടിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം അൾട്ര എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നിന്നിട്ട് പോയാലും നിങ്ങൾക്ക് പൈസ ബാക്കിയായിരിക്കും. അത്രയും നമുക്ക് പ്രൈസിൽ ഡിഫറൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാം. ഫോൾഡ് 5 നമ്മൾ സ്പെഷ്യൽ നിങ്ങളെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട്, അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഡീൽ കൊടുത്താണ്. 3000 മാർക്കറ്റിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റ് നമുക്ക് ഈ ഒരു മുതൽ നിങ്ങൾക്ക് കിട്ടില്ലേ. 16 വന്നു കഴിഞ്ഞാൽ ഇതിന് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് റേറ്റ് കുറയോ എന്നുള്ളത്. അപ്പം ശാമരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെയും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒക്കെ ലേറ്റസ്റ്റ് പ്രൈസ് അപ്ഡേറ്റ് ആണ്. അതായത് നമ്മുടെ ബർദുബായ് അൽഫാദി സ്ട്രീറ്റിൽ മീന ബസാറിന് നേരെ ഓപ്പോസിറ്റുള്ള ചോയ്സ് കോർണറിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. സംഭവം നമ്മളിവിടെ എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് കുറേ കമൻറ്റ് വന്നിരുന്നു. നമ്മുടെ എയർപോർട്ടും അതുപോലെ തന്നെ ഗാലക്സി ബഡ്സിൻ്റെ ഒക്കെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് അത് നമുക്ക് ഇന്ന് ബെസ്റ്റ് പ്രൈസ് നമ്മളിന്ന് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു സംഭവമാണ് നമ്മുടെ S24 അൾട്ര, അതുപോലെ തന്നെ S23 ഇവിടെ നിലവിലുണ്ട് നമുക്കിപ്പോൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൈസ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ, അതായത് ഐഫോണിൻ്റെ സാംസങ്ങിൻ്റെ ഒക്കെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ തുടങ്ങൽ ഐഫോൺ എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചേഞ്ചിനായിട്ട് നമുക്ക് സാംസങ് ആരാധകർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് സാംസങ് എന്ന് തുടങ്ങാം. അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫോൺ സാംസങ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ ഐഫോൺ ആണെന്നുള്ളത്. നമുക്ക് നോക്കാൻ ആരെ ജയിക്കാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് S23 തന്നെ തുടങ്ങിയാലോ? S23 സാംസങ്ങിന്റെ S23 നമുക്ക് എങ്ങനെ ബെസ്റ്റ് പ്രൈസ് വരുന്നത്? 128GB 1750 1750 നമുക്ക് S23 വരുന്ന റേറ്റ്. ഇപ്പം മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് സാംസങ് സീരീസ് അല്ലേ കൂടുതലായിട്ട് ഇപ്പോൾ സാംസങ് ഇപ്പം ഏറ്റവും കൂടുതൽ സാംസങ് ആണ് പോകുന്നത്. അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ ഇപ്പം എങ്ങനെ വരുന്നത്? കൂടുതലാണോ കുറവാണോ? ഇപ്പൊ കുറച്ച് ഈ മോഡലൊന്നും കുഴപ്പമില്ല. 24 അൾട്ര മാത്രം. 24 അൾട്ര കുറച്ചൊന്ന് കൂടിനും പിന്നെ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് 24 അൾട്രയില്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് എന്തായാലും വരാം. അതിന് മുന്നായിട്ട് നമുക്ക് ഇതിപ്പോ നമ്മൾ എത്ര GB പറഞ്ഞു? 128GB 1750. ഇതില് നമുക്ക് 256GB 2040 2040. ഓക്കെ, അടുത്ത നമുക്ക് ഗാലക്സി S23 പ്ലസ്. ജസ്റ്റ് അതിൽ നിന്നൊന്ന് ജസ്റ്റ് ഒന്ന് വലിയ ഫോണ്. ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി നമുക്ക് 2375. ഇത് എത്ര GB വരുന്നത്? 256. ഇതില് നമുക്ക് 250 മറ്റേ 512 അതും വരുന്നുണ്ട്. 2750. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് S23 അൾട്ര. ഒരുപാട് പേര്, അതായത് ഇപ്പോഴും നമുക്ക് മൂവിംഗ് ഉള്ള ഒരു ഫോൺ. S23 അൾട്രന്റെ ബെസ്റ്റ് പ്രൈസ് ആണ്. S23 അൾട്ര നമുക്ക് കൊടുക്കാം 2600 ദിർഹംസിന്. 2600 S23 അൾട്ര. ഓക്കെ, ഇത് നമ്മളിപ്പോ പറഞ്ഞ 256 GB TRA വെർഷൻ. ഇതിന് നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512GB ആണെങ്കിൽ നമുക്ക് കൊടുക്കാം 2950 കൊടുക്കാം. ഇതിൽ നമുക്ക് 1TB ഇപ്പൊ നിലവിലുണ്ട്. 1TB ഇല്ല. ഓക്കെ, S23 അൾട്ര. അത് കഴിഞ്ഞിട്ട് നമുക്ക് S24 നമുക്ക് ഈ ഇത് സ്പെഷ്യൽ എഡിഷൻ അല്ല? സ്പെഷ്യൽ എഡിഷൻ. അത് നമ്മൾ സ്പെഷ്യൽ പ്രൈസും കൊടുക്കാണ് നമ്മളെ കസ്റ്റമർക്കായിട്ട്. 1950 ദിർഹംസിനാണ് നമ്മൾ S24 128GB കൊടുക്കുന്നത്. മാർക്കറ്റിൽ 2000 മേലെ വരുന്ന ഈ ഒരു റേറ്റ് ആണ്. 2050 നോർമൽ കൊടുക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ എഡിഷൻ സ്പെഷ്യൽ പ്രൈസിന് കുറഞ്ഞ പീസുകളിലും ഫസ്റ്റ് വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ 1950 ദിർഹംസിന് ബ്ലൂ കളർ. ഓക്കെ, അതേപോലെ തന്നെ ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കില്ല പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾ സാംസങ് സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഓൺലൈനിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല വ്യത്യാസത്തിലാവും നിങ്ങൾക്ക് കിട്ടുക. അത് നമ്മൾ TDRന്റെ സ്പെക്ക്. നമ്മൾ സാംസങ് എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെച്ചാൽ TDR എടുക്കണം അല്ലേ. TDR ആകുമ്പോൾ നമുക്ക് വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ 256 പ്രൈസ്. ഇതിൽ 256 വരുമ്പോൾ 2370 വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 512 നിലവിലുണ്ട്. ഇല്ലല്ല. ഓക്കെ, അടുത്ത നമുക്ക് S24 പ്ലസ് ഗാലക്സി S24
പ്ലസ് ഇത് നമുക്ക് തന്നെ റേറ്റ് വരുന്നത് S24 പ്ലസ് നമുക്ക് കൊടുക്കുക 2630 റംസിന് 2630. ഓക്കെ, നമുക്ക് ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞ 286 അല്ല, ഇതിൽ 512 ആണ് നമുക്ക് 2900 റംസിന് കൊടുക്കുക. പ്രൈസ് ആക്കി 2900 512 GB. ഇത് നമുക്ക് വെർഷൻ 1 ഇയർ UAE വാറന്റി ഉള്ള പ്രൊഡക്റ്റ്. സാംസങ്ങിന്റെ ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ മാർക്കറ്റിൽ എവിടെ കിട്ടുന്നതിലും നല്ല റേറ്റ് നമ്മൾ നിങ്ങൾക്ക് തരും. പ്രൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ചെക്ക് ഈ മാർക്കറ്റിൽ ഒരുപാട് ഷോപ്പുകളുണ്ട്. വീണ്ടും വീണ്ടും പറയാണ്, എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നമ്മളെടുത്തു, നമ്മൾ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് നമ്മൾ തരും. നല്ല അടിപൊളി റേറ്റ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനെക്കാട്ടിൽ കുറച്ചിട്ട് സാംസങ്ങിൽ നമ്മൾ നിങ്ങൾക്ക് ഷുവർ ചെയ്യാണ് റേറ്റ്. ഓക്കെ, അടുത്ത് നമുക്ക് S24 Ultra. സാംസങ്ങിൽ എല്ലാവരും കാത്തിരുന്നൊരു മോഡൽ. പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനിപ്പോ കളറിനനുസരിച്ച് പ്രൈസിനനുസരിച്ച് നല്ല ഡിഫറൻറ്റ് ഉണ്ട്. ഓരോ കളേഴ്സിന് ഓരോ റേറ്റ് ആണ് വരുന്നത്. ഇതിലിപ്പോ നല്ല ഡിമാൻഡ് ഉണ്ട്. ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് യെല്ലോ കളറിനാകുമ്പോൾ 3060 ദിറംസ് യെല്ലോന് വരുന്നുണ്ട്. പിന്നെ ഗ്രേ കളറിന് 3100 ദിറംസ് വരുന്നുണ്ട്. പിന്നെ വയലറ്റ് കളറ് അത് വരുന്നത് 3120 ദിറംസ്. മൂന്ന് പ്രൈസിന് കളറിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മളിപ്പോ 256 GB 256 GB 512 ഏകദേശം എല്ലാം ഒരേ റേറ്റ് ആണ്. യെല്ലോ ഒക്കെ മാത്രം കുറവാണ്, ബാക്കിയുള്ള ഒരേ റേറ്റ്. നമ്മൾ പറഞ്ഞ സാംസങ് ഗാലക്സി S24 Ultraന്റെ പ്രൈസ് ആണ്. ഇതിലിപ്പോ 512 ആണെന്നുണ്ടെങ്കിൽ 512 ആണെങ്കിൽ 3650 ദിറംസിന് യെല്ലോ കളറും 3750 ദിറംസിന് ബാക്കിയുള്ള എല്ലാ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു. 512 നമുക്ക് വലിയ കളറിനനുസരിച്ച് വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഓക്കെ, അതേപോലെ നമുക്ക് 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB ആണെങ്കിൽ നമുക്ക് 4400 ദിറംസിന് ലിമിറ്റഡ് എഡിഷൻ ഓറഞ്ച് കളർ ഉണ്ട്. ഓറഞ്ച് കളർ നമുക്ക് ഇവിടെ ഉണ്ട് സാധനം എല്ലാം ഉണ്ട്. ഓക്കെ, അതല്ല സാംസങ് നമ്മളടുത്ത് ഇല്ലാത്തൊരു സ്റ്റോക്കും ഇല്ല, എല്ലാ സാധനങ്ങളും. ഓക്കെ, ഈ ഒരു കളർ ആവില്ല വരാ ഓറഞ്ച് ലിമിറ്റഡ് എഡിഷൻ. ഇതിൽ നമുക്ക് പ്രൈസിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതില് ഗ്രേ കളർ ആയിട്ട് ഒരു 50 ദിറംസിന്റെ ഡിഫറൻറ്റ്. ആ ഒരു ഡിഫറൻറ്റ്. ഓക്കെ, ഇതിപ്പോ 1 TB നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലിപ്പ് 5 അതുപോലെ തന്നെ Z Fold 5. ഇതിൽ നമുക്ക് Z Flip 5 അങ്ങനെ റേറ്റ് വരുന്നത് 2150 ദിറംസിന് 256 GB TRA വെർഷൻ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇത് 256 അല്ല, ഇതിൽ 512 ഉണ്ട്. 512 നമുക്ക് കൊടുക്കുക 2350 ദിറംസിന്. 2350 ദിറംസിന് 500. സ്പെഷ്യൽ ഡീലാണ്. നാട്ടിലെ പ്രൈസ് നാട്ടിൽ നിന്ന് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം കമ്പയർ ചെയ്യണം. ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരു ഫോണാണ് ഈ ഫോൾഡ് സീരീസ്. അതോടെ S23 Ultra എന്നാലും ഒരു കസ്റ്റമർ നാട്ടിൽ നിന്ന് വന്നിട്ട് വാങ്ങിയത് നാട്ടില് 88,000 റുപ്പീസ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോ 65 ആ ഒരു റേഞ്ചിലേ വരുന്നത്. നല്ല ഡിഫറെന്റ്. ആ പഴയ മോഡലിൽ അത്ര ഡിഫറെന്റ് വരുമ്പോ ഈ ഫോൾഡിലും ഫ്ലിപ്പിലും ഒക്കെ എന്തായാലും ഒരു 20-25 ഒക്കെ ഡിഫറെന്റ് എന്തായാലും. നിങ്ങൾ S24 Ultra എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നിട്ട് പോയാലും പൈസ ബാക്കിയായിരിക്കും. അത്രയും നമുക്ക് പ്രൈസിൽ ഡിഫറൻറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിലത്തെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് Z Fold 5 നമ്മൾ സ്പെഷ്യൽ നിങ്ങളെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഡീൽ ആണ്. 3780 ദിറംസിന് നമ്മൾ കൊടുക്കുന്നത്. 3700 അതും TRA വെർഷന് 3780ക്ക് TRA വെർഷന് 12 GB 256 GB. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന സംബന്ധിച്ചാൽ നമ്മൾ സാംസങ്ങിന്റെ ഒക്കെ നിങ്ങൾ പ്രൈസ് നമ്മൾ പറയുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ റാം ചെക്ക് ചെയ്യണം. അതായത് 12 GB പകരം 8 GB വരുന്നുണ്ട്. 8 GB ഓൺലൈനിൽ സാംസങ്ങിലൊക്കെ ആണ് S23 Ultra പലപ്പോഴും നമ്മൾ പറയുന്നതിൽ 128 GB വരും. നമ്മൾ പറയുന്ന 256 GB-ൻ്റെതാണ്. പിന്നെ അതുപോലെ തന്നെ 8 GB റാം വരുന്നുണ്ട്. 8 GB ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ എല്ലാം ഹയസ്റ്റ് ആയിട്ടുള്ളതിന്റെ പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ നമ്മൾ ഇതിലിപ്പോ 286 നമ്മൾ പ്രൈസ് 512 ഉണ്ട്. 4350 ദിറംസിനാണ് നമ്മൾ 512 TRA വെർഷൻ കൊടുക്കുന്നത്. നല്ല സാധനതാ ഇഷ്ടം പോലെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിൽ നമുക്ക് 1 TB ഉണ്ട്. നമുക്ക് ഇനിയിപ്പോ നമുക്ക് Z സീരീസിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന മോഡലാണ് ഗാലക്സി Z Flip. കണ്ടില്ലേ, ഇത് അതിന്റെ ഡെമ്മി മോഡലാണ്. നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് കൂടി ഒരു സ്റ്റൈലായിട്ട് തന്നെയാണ് സംഭവം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ പ്രൈസ് എങ്ങനെ വരും? ഫ്ലിപ്പ് 6 നമ്മൾ കൊടുക്കാൻ 2980 ദിറംസിന് 2980 ഫ്ലിപ്പ് 6 2980 256 GB. പിന്നെ 512 GB ആണെങ്കിൽ 3275 3275. ഓക്കെ, നമുക്ക് Z Flip 6 കിട്ടും.
ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഗാലക്സി Z Fold 6. ഇപ്പൊ നല്ലോണം പോകുന്നുണ്ട്. ഫോൾഡ് 5ന് ആ ഒരു റേഞ്ചിൽ ആ സമയത്ത് അത് പോയതിനെക്കാട്ടിലും ഫോൾഡ് 6 ഇപ്പം പോകുന്നുണ്ട്. കാരണം ഒന്നും കൂടി സ്ലിം ആയിട്ടുണ്ട് സാധനം. പിന്നെ മെറ്റാലിക് ബോഡിയിൽ പിന്നെ ഇവിടെ അധികം ഫോൾഡിങ് വരുന്നില്ല, ആ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കൂടുതലാണ്. ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ. ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് 4650 ദിറംസിനാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ട 5000ന്റെ മേലുണ്ടായിരുന്നു. 10 ദിവസം കൊണ്ട് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല റേറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. സാംസങ്ങിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിൽ ഇറങ്ങുന്നതിനെക്കാട്ടി ഒരാഴ്ച തന്നെ നല്ല വ്യത്യാസം. 4650 ദിറംസിനാണ് നമ്മൾ ഫോൾഡ് 6 കൊടുക്കുന്നത്. ആ ഫോൾഡ് 6ലും കളറിൽ ഡിഫറെന്റ് ഉണ്ട്. കാരണം ഈ കളേഴ്സിനല്ല ഞാൻ പറയുന്നത്, ബ്ലൂ കളറിനാണ് ആ റേറ്റ് വരുന്നത്. ഈ കളറിനൊപ്പം ഭയങ്കര ഡിമാൻഡാണ് ഗ്രേ കളറിന്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 4820 ദിറംസിനാണ് ഗ്രേ കളർ കൊടുക്കുന്നത്. ഇത് 4650 ദിറം. ഈ ഒരു കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ടൈറ്റാനിയത്തിന്റെ ആ ഒരു ഫീലിൽ വരുന്ന കളർ. പക്ഷെ ഇത് നമുക്കൊരു ഡാർക്ക്, പക്ഷെ ഇത് രസമുണ്ട്. ഈ ഒരു കളർ കിടിലൻ കളർ തന്നെയാണ്. പക്ഷെ കളറിലെ ഡിമാൻഡ് വരുന്നത് ഇതിനും. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാവും രണ്ട് കളറിൻ്റെതും. പിന്നെ അത്രയും സ്ലിമ്മാണ്, നല്ല സ്ലിം ഫോണാണ്. ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആണ് മറ്റേന്ന് വെച്ച് നോക്കുമ്പോൾ, മുന്നത്തെ സീരീസിന് വെച്ച് നോക്കുമ്പോൾ നല്ല ഡിഫറെന്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ രണ്ടിന്റെ പ്രൈസ് പറഞ്ഞു, മൊത്തത്തിൽ പ്രൈസ് പറഞ്ഞു. 512 GB 1 TB രണ്ടും ഉണ്ട് പറയാൻ. 512 നമുക്ക് 5430 5430 5400 അതില് 50 ദിറംസിന്റെ വ്യത്യാസമാണ്. 50 ദിറംസിന് വ്യത്യാസം 512. 512 ഇതിൽ നമുക്ക് അപ്പോൾ 1 TB ആണെന്നുണ്ടെങ്കിൽ 1 TB ആണെങ്കിൽ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് 6499 ദിറംസിന്. 6999 മാർക്കറ്റിൽ ഇല്ലാത്ത റേറ്റ്, അതായത് മാർക്കറ്റിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത റേറ്റ് നമുക്ക് ഈ ഒരു മുതൽ നിങ്ങൾക്ക് കിട്ടില്ലേ. 1 TB. അടുത്ത് നമുക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് നമ്മുടെ ഐഫോണിലേക്ക് നമുക്ക് കിടക്കുന്ന മുന്നായിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് പറഞ്ഞാലോ ഈ ഗാഡ്ജറ്റ്സ്. നമുക്ക് ഫസ്റ്റ് എയർപോഡ് പ്രോ സെക്കൻഡ് ജനറേഷൻ 690 ദിറംസ്. ഓക്കെ, അതേപോലെ നമുക്ക് അതിന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ്ങിന്റെ ഗാലക്സി ബഡ്സ് 3 440 ദിറംസിനാണ് സാംസങ്ങിന്റെ ബഡ്സ് 3 റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഗാലക്സി വാച്ച് അൾട്ര അല്ലേ, ഇതാണ് റേറ്റ് വരുന്നത് 1770ക്ക്. ഇതിലും കളേഴ്സിൽ ഡിഫറെന്റ് ഉണ്ട്. ഈ കളറിന് 1770, ഓറഞ്ച് കളറിന് കൊടുക്കുന്നത് 1600 ദിറംസ്. 1600 അല്ലേ റേസ് ഓറഞ്ച്? ഓക്കെ, 1600. ഇതിൽ നമുക്ക് ആ ഒരു ഓറഞ്ച് കളറിന് റേറ്റ് കൂടുതൽ വരുന്നത്, റേറ്റ് കുറവ്. ഇതിന് കൂടുതൽ, ഇത് 180 ദിറംസ് കൂടുതൽ വരും ഈ കളർ. ഇതിന്റെ ആ ഒരു ഓറഞ്ച് കളർ നമ്മൾ സെയിം ആപ്പിൾ വാച്ച് അൾട്രന്റെ ആ ഒരു ഫീല് വരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇത് ഒന്നുകൂടി രസമുണ്ട് കേട്ടോ കാണാൻ സംഭവം, ഡിസൈൻ വൈസ് നോക്കുമ്പോൾ. അതേപോലെ തന്നെ നമുക്ക് ഇത് വാച്ച് 7 സാംസങ് ഗാലക്സി വാച്ച് 7 ഇതാണ് റേറ്റ് വരുന്നത്. അത് 47mm GPS വരുന്നത് 950 ദിറംസിന്. TDR വേർഷൻ ആണ് വരുന്നത്. അടുത്ത നമുക്ക് ആപ്പിൾ സീരീസിൽ തുടങ്ങുമ്പോൾ നമുക്ക് ഫസ്റ്റ് പെൻസിൽ പ്രോ തുടങ്ങും അല്ലേ. ഇത് നമുക്ക് തന്നെ റേറ്റ് വരുന്നത്. പ്രോ നമുക്ക് സ്പെഷ്യൽ ഇപ്പം പുതിയ വന്നതാണ്, നമുക്ക് പുതിയ റേറ്റിൽ തന്നെ കൊടുക്കാം. 399 ദിറംസിന് പെൻസിൽ പ്രോ 399. ഓക്കെ, ഇത് നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐപാഡിന് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ പെൻസിലാണ്. യൂസ് ചെയ്തവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഐഫോണിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറിയ മോഡൽ 15 128 GB 2530 ആണെങ്കിൽ 2950. പ്ലസ് നമ്മൾ കൊടുക്കുന്നത് 2900 ദിറംസിനാണ് പ്ലസ് 128 GB കൊടുക്കുന്നത്. അത് സ്പെഷ്യൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. 2880 ആക്കിയിട്ട് കൊടുക്കാം നമുക്ക്. 2880 ഐഫോൺ 15 പ്ലസ് 128 GB. അതിന്റെ 256 GB ആണെങ്കിൽ നമുക്ക് 3280 കൊടുക്കാം. 3280 കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് വരുമ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 15 പ്രോ ആണെങ്കിൽ 128 GB ഇന്നത്തെ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് 3400 ദിറംസ്. ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നാളായിരിക്കും. അപ്പൊ നാളെ കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റന്നാളേക്കും കസ്റ്റമർ വരും. ചിലപ്പോൾ അപ്പോഴേക്ക് 20-30 കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ കൊണ്ടാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. കാരണം മാർക്കറ്റിൽ ഐഫോണിന്റെ റേറ്റ് സാംസങ്ങിന്റെ റേറ്റ് ഒക്കെ മേലോട്ടും പോകും താഴോട്ടും വരും. താഴേക്ക് വരികയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞിട്ട് കൊടുക്കാം. മേലോട്ട് വരുമ്പോൾ കസ്റ്റമർ നിങ്ങൾ അന്ന് പറഞ്ഞ വില ഇതല്ലായിരുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരും. വീഡിയോയിൽ ഒരു വില ഇവിടെ വരുമ്പോൾ വേറൊരു വില, തെറ്റിദ്ധാരണ വന്നു പോകാം. അതിനെ കൊണ്ട് എന്താക്കാം, നമ്മൾ വരുന്ന പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇതിലുണ്ട്, അതിലൊന്ന് വിളിച്ച് കൺഫേം ആക്കിയിട്ട് ഇത് തന്നെയാണോ റേറ്റ് എന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം വരും. 15 പ്രോ നമ്മൾ കൊടുക്കുന്നത് 128 GBക്ക് 3400 ദിറംസ് ആണ് 128 GB കൊടുക്കുന്നത്. അതുപോലെ 256 GB നമ്മൾ കൊടുക്കുന്നത് 3780
dirhamsന് 3780 dirhamsനാണ് 256 GB കൊടുക്കുന്നത്. ഇതിൽ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512 GB ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറവാണ്, സാധനം എല്ലാം. 1 TB കേസ് ആണെന്നുണ്ടെങ്കിൽ 1 TB അങ്ങനെ തന്നെ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഇതിന്റെ കിങ് നമുക്ക് മാക്സ് സീരീസിലോട്ട് വരുമ്പോൾ നമുക്ക് 256 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രോ സീരീസ് മുതലാണോ ഇനി നമുക്ക് അപ്ഡേഷനിൽ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് 50 വരുന്നില്ല, 50 പ്രോ സീരീസ് മുതൽ. അതുകൊണ്ടാണ് ഈ പ്രോ സീരീസ് റേറ്റ് കൂടുതൽ തോന്നുന്നത് അല്ലേ, റേറ്റ് കൂടി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം പെട്ടെന്ന് വാങ്ങിക്കോളി. അപ്പൊ നമുക്ക് മാക്സ് സീരീസിലോട്ട് വരാന്നുണ്ടെങ്കിൽ 256 GB അങ്ങനെ ബെസ്റ്റ് പ്രൈസ് വരും. 256 GB നമ്മളെ മാക്സ് ഇപ്പൊ കൊടുക്കുന്ന റേറ്റ് 4090 ദിർഹം. 4090. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് 512 ആണെന്നുണ്ടെങ്കിൽ 512 GB ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 4720 ദിർഹം. 4720. ഓക്കെ, ഇനി നമുക്ക് 1 TB ഉണ്ട്. 1 TB 5700 ദിർഹം. 5700 ദിർഹംസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമുക്ക് ബെസ്റ്റ് ടൈം തന്നെ അല്ലേ. 16 വന്നു കഴിഞ്ഞാൽ ഇതിന് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഇത് റേറ്റ് കുറയോ എന്നുള്ളത്. സാധാരണ മാർക്കറ്റിൽ കൂടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മാക്സിമം 15 സീരീസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. കാരണം സെപ്റ്റംബറിൽ നമ്മുടെ 16 വരും അല്ലേ. 16 വരുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ഗിവ് അവേയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ അനൗൺസ്മെന്റും ഉണ്ടാവും. 16 Pro Max ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 16 Pro Max പിന്നെ പകരമായിട്ട് ഒരു എമൗണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. അതിൽ ഇൻഷാല്ല നമ്മള് ബാക്കിയുള്ള വീഡിയോസിൽ സംസാരിക്കും. അപ്പൊ നമ്മളെ ഇൻസ്റ്റാ ID ഇതിൽ കൊടുക്കും. അപ്പൊ ഫോളോ ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇനി വന്നിട്ട് ഫോളോ ചെയ്യാം. യൂട്യൂബ് ചാനലും ഉണ്ട്, ചോയ്സ് കോർണർ DXP എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ പരമാവധി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ റേറ്റ് കൊണ്ട് സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മളും തരാൻ നോക്കൂ. അതുപോലെ തന്നെ UAE എവിടെ വേണമെങ്കിലും ഡെലിവറി അവൈലബിൾ ആണ്. ഡെലിവറി ചാർജ് ഓൾ ഓവർ UAE ഡെലിവറി അവൈലബിൾ ആണ്. ഒരു ദിവസം കൊണ്ട്, അതായത് 24 മണിക്കൂർ. അത് 30 ദിർഹംസിന്റെ ഉള്ളിലാണ് വരിക. അപ്പൊ അത് അവിടുന്ന് അവര് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മളെ ടാബി ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അതിന്റെ ചാർജും കാര്യങ്ങളൊക്കെ എത്ര ആണെന്നുള്ളത് നമ്മൾ ലിമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും വിളിച്ചാൽ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നാട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നാട്ടിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാനുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ അത് വേണമെങ്കിൽ അതുകൊണ്ട് അത് നാട്ടിലത്തെ അക്കൗണ്ടിലാണ്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് അയക്കുന്ന റേറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചെടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും. അതെല്ലാം മനസ്സിലൊരിക്കലും ഓർമ്മിച്ച് വെക്കുക. കാരണം നമ്മൾ പറയുന്നതിൽ പല തെറ്റിദ്ധാരണകളും വരും. അതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ്. അതായത് നാട്ടിൽ നിന്നുള്ള, അതായത് ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് പോസിബിൾ ആണ് UAE. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.